റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. വന്ദേ ഭാരത് ട്രെയിൻ യാത്രക്കാർക്ക് നിലമ്പൂരിലേക്ക് കണക്ഷൻ ലഭിക്കാൻ നിലമ്പൂർ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുമെന്ന് സതേൺ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ ബിപിൻ കുമാർ. കുലുക്കല്ലൂർ സ്റ്റേഷനിൽ ക്രോസിംഗ് സൗകര്യം 10 മുതൽ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനത്തിനെത്തിയ AGM PV അബ്ദുൽ വഹാബ് MP, ആര്യാടൻ ഷൌക്കത്ത് MLA എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും രാവിലെ 5:15 പുറപ്പെടുന്ന തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് രാവിലെ 10:02 ഷൊർണൂരിലെത്തുന്നത്. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:10 ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പുറപ്പെടുന്നത്. വന്ദേ ഭാരതിൽ എത്തുന്നവർക്ക് നിലമ്പൂർ ട്രെയിൻ ലഭിക്കുന്നതിനായി നിലമ്പൂർ ട്രെയിനിന്റെ സമയം വൈകിക്കും. വൈകുന്നേരം 4:05 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന മംഗലാപുരം വന്ദേ ഭാരത് രാത്രി 8:30 ഷൊർണൂരിലെത്തുക. 8:35 ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള മെമ്മു പുറപ്പെടും. മെമ്മുവിന്റെ സമയം 9 മണിയിലേക്ക് ക്രമീകരിക്കാനും ധാരണയായി. കുലുക്കല്ലൂരിന് പുറമെ മേലാറ്റൂർ ക്രോസിംഗ് സ്റ്റേഷൻ ജൂലൈയിൽ തുറക്കുകയും ചെയ്യുന്നതോടെ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ കൂടുതൽ ട്രെയിനുകൾ സർവീസ് നടത്താനുള്ള സാഹചര്യവും ഒരുങ്ങും. നിലമ്പൂർ യാർഡ് നവീകരണവും പ്ലാറ്റ്ഫോം വീതികൂട്ടലടക്കമുള്ള പ്രവൃത്തികളുടെ ടെൻഡർ നടപടികൾ വേഗത്തിലാക്കും. ഷൊർണൂർ നിലമ്പൂർ വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടാനുള്ള ആവശ്യം പ്ലാറ്റ്ഫോം വീതികൂട്ടലിനു ശേഷം പരിഗണിക്കാമെന്ന ഉറപ്പും നൽകി. നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിക്കണമെന്ന ആവശ്യവും ആര്യാടൻ ഷൌക്കത്ത് MLA മുന്നോട്ട് വെച്ചു. രാജ്യത്തെ പ്രധാന ടൂറിസം കേന്ദ്രമായ നിലമ്പൂരിൽ നിന്നും വന്ദേ ഭാരത് ആരംഭിച്ചാൽ വയനാട്ടിൽ നിന്നുള്ളവർക്കും തമിഴ്നാട്ടിലെ നാടുകാണി കൂടല്ലൂർ മേഖലയിൽ ഉള്ളവർക്കും പ്രയോജനപ്രദമാകും. ടൂറിസം മേഖലയ്ക്കും പുതിയ ഉണർവ് ലഭിക്കും. 8 കോച്ചുകളുള്ള വന്ദേ ഭാരതിന് പാതയിൽ സർവീസ് നടത്തുന്നതിന് മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. റെയിൽവേ ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റാവുത്ത്, പാലക്കാട് ഡിവിഷൻ ഓപ്പറേഷൻസ് മാനേജർ ബാലമുരളി, ഡിവിഷണൽ എഞ്ചിനീയർ മുഹമ്മദ് അസ്ലം, പ്രിയങ്ക ഗാന്ധി MPയുടെ പ്രതിനിധി ജോഷുവ കോശി, അനസ് യൂണിയൻ, ഡോക്ടർ ബിജു നൈനാൻ, U നരേന്ദ്രൻ എന്നിവരും AGMുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തു. തുടർന്ന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളും അദ്ദേഹം വിലയിരുത്തി. വിഷൻ, നിലമ്പൂർ. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ അലിഞ്ഞു ചേരാനൊരിടം. കക്കാടംപൊയിൽ സിൽവാൻ ഹിൽസ് റിസോർട്ട്. കോടമഞ്ഞിറങ്ങുന്ന മലനിരകളും പച്ചപ്പണിഞ്ഞ പ്രകൃതിയും തണുപ്പിന്റെ വശ്യതയും ഇവിടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രീമിയം AC ആൻഡ് നോൺ AC റൂമുകൾ, കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കാൻ ഡോർമെറ്ററി സൗകര്യം, ഫാമിലി ഇൻഫിനിറ്റി പൂൾ, ബാച്ചിലേഴ്സിനായി പ്രത്യേക സ്വിമ്മിംഗ് പൂൾ, കുട്ടികൾക്കായി കളിക്കാനും രസിക്കാനും കിഡ്സ് പാർക്ക്, 200 പേരെ ഉൾക്കൊള്ളാവുന്ന AC ഓഡിറ്റോറിയം, കൂടാതെ വിശാലമായ ഡൈനിങ്ങോട് കൂടിയ റെസ്റ്റോറന്റുമെല്ലാം സിൽവാൻ ഹിൽസിന്റെ പ്രത്യേകതയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് താമസിക്കാം. ഒട്ടും വൈകിക്കാതെ ഉടൻ തന്നെ നിങ്ങളുടെ അവധിക്കാലം സിൽവാൻ ഹിൽസിനൊപ്പം ആഘോഷമാക്കൂ. സിൽവാൻ ഹിൽസ് റിസോർട്ട്, കക്കാടംപൊയിൽ, മലപ്പുറം. ഫോൺ 7592000082.